പീസ് ആൻഡ് ജോയ്. തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിന് ചിട്ടയും നിയതവുമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അനേകർ ഫ്രാൻസിസിനെ ഉപദേശിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു, അവർക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷമുണ്ടല്ലോ, മറ്റെന്ത് നിയമമാണ് നമുക്ക് വേണ്ടത്? എന്നിരുന്നാലും ഒരു സന്യാസ സമൂഹമായിട്ട് മുൻപോട്ട് പോകേണ്ടതും വചനപ്രഘോഷണത്തിൽ സഭയുടെ അംഗീകാരത്തിനും അതുപോലെ തന്നെ നിയന്ത്രണത്തിനും വിധേയമായി മുന്നോട്ട് പോകുന്നതും കൂടുതൽ കൃപ നിറഞ്ഞ ഒരു അവസരമായിട്ട് ഫ്രാൻസിസ് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് തൻ്റെ സഭാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമാവലി എഴുതാനായിട്ട് ആഗ്രഹിച്ചു. ദൈവം എനിക്ക് സഹോദരങ്ങളെ തന്നപ്പോൾ ആരും എന്നെ പഠിപ്പിച്ചില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, അവൻ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയെന്നാണ് അസിസിയിലെ ഫ്രാൻസിസ് പറയുക. അതുകൊണ്ട് തന്നെ നിയമാവലി ഒരു വലിയ ഒരു ദൈവിക അനുഭവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കൻ സഭയായിട്ട് മാറുകയാണ്. കാരണം പരിശുദ്ധ അമ്മ തൻ്റെ അടുക്കൽ വന്നിട്ട് വീഞ്ഞു തീർന്നു പോയ ആ കാനായിലെ അനുഭവത്തിൽ തൻ്റെ അടുക്കൽ വന്ന പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധമ്മയുടെ ആഗ്രഹങ്ങൾ മുഴുവൻ അതാണ്, ക്രിസ്തു പറയുന്നത് ചെയ്യുവിൻ. ഈശോ തനിക്ക് വേണ്ടതെല്ലാം വെളിപ്പെടുത്തിയെന്നാണല്ലോ ഫ്രാൻസിസും പറയുക. എനിക്ക് ദൈവം സഹോദരങ്ങളെ തന്നപ്പോൾ ആരും എന്നെ പഠിപ്പിച്ചില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, അവൻ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയെന്നാണ് പറയുക. അതുകൊണ്ട് ഫ്രാൻസിസ് നിയമാവലി എഴുതിയപ്പോൾ തൻ്റെ നിയമാവലിയായിട്ട് മാറ്റിയത് സുവിശേഷത്തെ തന്നെയാണ്. സുവിശേഷത്തിലെ വചനങ്ങൾ തന്നെ എഴുതി അദ്ദേഹം മാർപ്പാപ്പായിക്ക്, ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പായിക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട്, ദൈവിക ഇടപെടലായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഈശോ സഭയും ഏറ്റവും വലിയ മരിയൻ സഭയും ഫ്രാൻസിസ്കൻ സഭയായിട്ട് മാറുന്ന ഇവിടെയാണ്. കാരണം മറിയം പറയുന്നത് ഇതാണ്, ഈശോ പറയുന്നത് ചെയ്യുക. ഈശോ പറഞ്ഞതെല്ലാമാണ് ഫ്രാൻസിസ് നിയമാവലിയായിട്ട് നൽകിയിരിക്കുക. കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷമാണ് എൻ്റെ സഭയുടെ നിയമാവലി എന്നുള്ളത് ഫ്രാൻസിസ് ആദ്യ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഈ സഭയുടെ മിനിസ്റ്റർ ജനറലിന് എഴുതി ചേർക്കുവാനാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചത്. കാരണം പരിശുദ്ധാത്മാവിലൂടെയാണല്ലോ വചനം മാംസം ധരിക്കാനായിട്ട് ഓരോ വ്യക്തിയും നവീകരിക്കപ്പെടുകയും ഒരുക്കപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു സുവിശേഷ അത്ഭുതമായിട്ട് ഫ്രാൻസിസിൻ്റെ സഭ മാറുകയാണ്. ഒരു മരിയൻ സഭയായിട്ട്, ഒരു അത്ഭുതമായിട്ട് ഫ്രാൻസിസിൻ്റെ സഭ മാറുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ള ഓർഡറായിട്ട് ഫ്രാൻസിസിൻ്റെ സഭ മാറുകയാണ്. ആ സമയത്ത് വരെ ബെനഡിക്റ്റൈൻ സഭയും അഗസ്റ്റീനിയൻ സഭയും വിശുദ്ധ ബേസിലിൻ്റെ സഭയും മറ്റ് ചെറു സഭകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയമാവലികളൊന്നും ഫ്രാൻസിസ് സ്വീകരിക്കുന്നില്ല. ഫ്രാൻസിസ് തനതായിട്ടുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ട് ആ വഴി ക്രിസ്തുവിൻ്റെ വഴി, ആ വഴി സുവിശേഷത്തിൻ്റെ വഴിയാണെന്ന് ഉറച്ച ബോധ്യത്തിൽ തൻ്റെ നിയമാവലികൾ എഴുതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ വഴിയിലേക്ക് തന്നെയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാനും ക്രിസ്തുവിനെ അനുകരിക്കുവാനും ക്രിസ്തുവിനെ ആഘോഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ ഫ്രാൻസിസ്കൻ സാഹോദര്യം ഒന്നാം സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സന്യാസിനിമാരുടെ രണ്ടാം സഭയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അൽമായ സന്യാസിമാരുടെ കുടുംബജീവിതത്തിൻ്റെ ആ സഭയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫ്രാൻസിസിനെ സ്നേഹിക്കുന്ന, ക്രിസ്തു പറയുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, പരിശുദ്ധമ്മ പറയുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നീളുന്ന ഒരു പ്രകാശത്തിൻ്റെ വഴിയാണത്. ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം നമ്മളെയും പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.